കേരളത്തിൽ ഏറ്റവും ഏറ്റവും കാൽപ്പനികവൽക്കരിക്കപ്പെട്ട രണ്ടാൾ ദൈവങ്ങളായിരുന്നു എം സ്വരാജും ശൈലജയും. ശൈലജ വടകരെ തൂക്കുമ്പോൾ വിഭ്രാന്തിയിൽ പെടുന്നു. ഇത് തന്നെയാണ് നിലമ്പൂർ തോൽവിക്ക് ശേഷം സംഭവിച്ചത്. ഇപ്പോൾ ഒടുവിൽ ഈ പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രമാദമായ ഒരു ലൈംഗിക പീഡന കേസിലെ പ്രതിക്ക് കടുത്ത ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവം വരുമ്പോൾ അതിൽ ഈ മന്ത്രിയെ വിമർശിക്കുന്നു. മന്ത്രിയെ വിമർശിച്ചിട്ടുണ്ട്, അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുത്തില്ല എന്ന് കോടതി പറഞ്ഞാൽ അതെന്താ തലവിടലാണോ? അത് അതും എന്താണ് ഈ ഇരട്ട ചങ്ക് പോലുള്ള എന്തോ ഒരു ബഹുമതിയാണോ? ഈ ഇങ്ങനെ വിധി പകർപ്പിൽ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടെന്ന് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്താ ബഹളം? കഴിഞ്ഞ ഒരാഴ്ച എന്താണ് ഈ CPMൻ്റെ വലിയ പണ്ഡിതന്മാർ, പ്രചാരക പുരോഹിതന്മാർ, സൈബർ കടന്നലുകൾ ഇവരെല്ലാം ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിന് ഈ ഔട്ട് ഓഫ് ഫോക്കസ് മാത്രം വെച്ച് ഇറങ്ങിയിട്ടുള്ള മീമുകൾ എത്രയാണ്, ട്രോളുകൾ എത്രയാണ്? എന്താ പ്രശ്നം? ഒന്നുമില്ല. ഈ പറയുന്ന വനിതാ ശിശുക്ഷേമ മന്ത്രി അതിൽ ആക്ഷൻ എടുത്തില്ല എന്ന കോടതി വിധിയിലെ ആ പരാമർശം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ശൈലജ ടീച്ചർ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾദൈവങ്ങളുണ്ട്. ഈ ആൾദൈവങ്ങൾക്കെതിരെ എന്തെങ്കിലും ആൾദൈവം അവരുടെ ഡിവോട്ടീസിന് ആൾദൈവമായിരിക്കും. പക്ഷെ നമ്മുടെ നിയമപ്രകാരം അവർ ഒരു വോട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു പൗരൻ മാത്രമാണ്. എത്ര ഘടാഘടിയൻ ആൾദൈവമാണെങ്കിലും, എത്ര ഡിവോട്ടീസ് ഉണ്ടെങ്കിലും, എത്ര അനുയായികളുണ്ടെങ്കിലും, എത്ര മന്ത്രശ്ലോകങ്ങൾ അവർ ചൊല്ലുന്നുണ്ടെങ്കിലും ഇന്ത്യൻ നിയമപ്രകാരം അവരെന്താണ്? ഒരു പൗരനാണ്. എല്ലാ പൗരന്മാർക്കും പോലുള്ള ഒരു അവകാശം മാത്രമുള്ള പൗരനാണ്. ആൾദൈവമൊക്കെ അവിടെ. അത് റിപ്പോർട്ട് ചെയ്ത മീഡിയ വണ്ണിനെതിരെ, മാധ്യമ സ്ഥാപനത്തിന്, അതിലെ ആങ്കർമാർക്കെതിരെ, അതിലെ പാനലിസ്റ്റുകൾക്കെതിരെ ഈ വെറുപ്പിൻ്റെ സുനാമി സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇവർ എന്തോ ചോദിച്ചു എന്നൊക്കെ പത്രഭാഷയിൽ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഈ കുഞ്ഞിനോട് ചോദിച്ച ചോദ്യങ്ങൾ എന്താണ് അത് ഈ കോടതി വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ഒരു സദസ്സിൽ അത് പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 10 വയസ്സായ കുഞ്ഞിനോട് എന്തുമാത്രം വൃത്തികെട്ട, എന്തുമാത്രം അധാർമികമായ കോടതി അതിൽ ഉപയോഗിക്കുന്നൊരു വാചകമുണ്ട് കോടതി വിധിയിൽ. ഈ 2020 സെപ്റ്റംബർ 21 ശൈലജയ്ക്ക് ശൈലജ എന്ന പേര് പറയുന്നില്ല, എന്താണ് മിനിസ്റ്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ, അത് ശൈലജയാണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അവർക്ക് ഇത് കൊടുത്തതിനെ കുറിച്ച് പറയേണ്ടത് എഗൻസ്റ്റ് ദ കൗൺസിലേഴ്സ് ഫോർ ദിയർ അൺഎത്തിക്കൽ ആൻഡ് റൂഡ് ബിഹേവിയർ. കൗൺസിലേഴ്സ് എന്തിനു വേണ്ടിയാണ് കൗൺസിലേഴ്സിനെ നിശ്ചയിക്കുന്നത്? ഈ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക, അവരെ വിശ്വാസത്തിലെടുക്കുക. നോക്കൂ, എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള അവർക്കുണ്ട്, അത് ഫില്ല് ചെയ്യേണ്ട ഉത്തരവാദിത്തമല്ല അവർക്കുള്ളത്. അവരെക്കുറിച്ചാണ് കോടതി വിധിയിലാണ് അത് കോടതി വിധിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കൗൺസിലേഴ്സ്, ഇവരുടെ ഈ അമ്മ കൊടുത്ത പരാതി, സീക്കിംഗ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ അഗൻസ്റ്റ് ദ കൗൺസിലേഴ്സ് ഫോർ ദെയർ അൺഎത്തിക്കൽ ആൻഡ് റൂഡ് ബിഹേവിയർ ടുവേർഡ്സ് ദ വിക്ടിം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അൺഎത്തിക്കൽ ആൻഡ് റൂഡ് ബിഹേവിയർ എന്തായിരുന്നു എന്നുള്ളത് അവർ ചോദിച്ച ചോദ്യങ്ങൾ അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിവിടെ ഉദ്ധരിക്കാൻ കൊള്ളാത്ത ചോദ്യങ്ങളാണ്. ഒരു 10 വയസ്സുകാരി കുഞ്ഞിനോട് ചോദിക്കാൻ നമ്മൾ ഏറ്റവും വിദൂരം, ഏറ്റവും വൈൽഡായിട്ടുള്ളൊരു ഇമാജിനേഷനിൽ പോലും ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്. അപ്പോൾ അത് എന്തിനു വേണ്ടി അത് ചോദിച്ചാൽ നിഷാദ് പറഞ്ഞു. ഇത്തരം ഈ കൗൺസിലേഴ്സ് അവരുമായി സംസാരിച്ചതിന് ശേഷം രേഖപ്പെടുത്തുന്ന ഡോക്യുമെൻ്റ്, അതൊക്കെ കേസിന് നിർണായകമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വേരിൽ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു. വേരിൽ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പണിയെടുത്തത്. അപ്പോൾ അങ്ങനെ ആരാണ് ഇവർ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അവർ ഈ പണിയെടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? സർക്കാരിനാണ്. പ്രത്യേകിച്ചും കുട്ടികളുടെയും സ്ത്രീകളുടെയും സംരക്ഷണം, വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ, അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു വകുപ്പിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുടെ പേരാണ് KK ശൈലജ എന്ന് പറയുന്നത്. അവർ ശമ്പളം മേടിക്കുന്നത്, അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണ്? ഈ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും സംരക്ഷണം. അവരവരുടെ കസ്റ്റോഡിയനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കൗൺസിലർമാർ ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കൗൺസിലർമാർ ഉണ്ടെങ്കിൽ അവരുടെ മണ്ഡലത്തിൽ തന്നെ പെട്ടൊരു കേസാണിത്. സെൻസിറ്റീവായൊരു കേസാണ്. അത് ഒരു പരാതിയും ഇല്ലാതെ തന്നെ അതറിയാനും ആവശ്യമായ തിരുത്തൽ വരുത്താനും ബാധ്യതപ്പെട്ട അവർ അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, സെപ്റ്റംബർ
21 2020 സെപ്റ്റംബർ 21 21/9/20 അന്ന് അവർക്ക് ഈ കുഞ്ഞിൻ്റെ അമ്മ രേഖാമൂലം പരാതി കൊടുക്കുന്നുണ്ട്. ഈ കൗൺസിലർമാർ വളരെ മോശമായി പെരുമാറുന്നു. ഇങ്ങനൊരു പരാതി കൊടുത്തിട്ടുണ്ടെന്ന് വിവരം നമ്മളെപ്പോഴാണ് അറിയുന്നത്? ഈ വിധി വരുമ്പോഴാണ് അറിയുന്നത്. അതിലെന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുവാൻ, ഏതെങ്കിലും നിലക്കൊരു ആക്ഷൻ അതിലെടുക്കുവാൻ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറയുവാൻ ഈ മന്ത്രി സന്നദ്ധമായോ? അപ്പോൾ ഇപ്പം എന്താ ഉണ്ടായത്? ഇങ്ങനെ വിധി പകർപ്പിൽ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടെന്ന് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്താ ബഹളം? കഴിഞ്ഞ ഒരാഴ്ച എന്താണ് ഈ CPM-ൻ്റെ വലിയ പണ്ഡിതന്മാർ, പ്രചാരക പുരോഹിതന്മാർ, സൈബർ കടന്നലുകൾ, ഇവരെല്ലാം ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഈ ഔട്ട് ഓഫ് ഫോക്കസ് മാത്രം വെച്ച് ഇറങ്ങിയിട്ടുള്ള മീമുകൾ എത്രയാണ്, ട്രോളുകൾ എത്രയാണ്? എന്താ പ്രശ്നം? ഒന്നുമില്ല. ഈ പറയുന്ന വനിതാ ശിശുക്ഷേമ മന്ത്രി അതിൽ ആക്ഷൻ എടുത്തില്ല എന്ന കോടതി വിധിയിലെ ആ പരാമർശം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ശൈലജ ടീച്ചർ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾദൈവങ്ങളുണ്ട്. ഈ ആൾദൈവങ്ങൾക്കെതിരെ എന്തെങ്കിലും ആൾദൈവം അവരുടെ ഡിവോട്ടീസിന് ആൾദൈവമായിരിക്കും. പക്ഷെ നമ്മുടെ നിയമപ്രകാരം അവർ ഒരു വോട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു പൗരൻ മാത്രമാണ്. എത്ര ഘടാഘടിയൻ ആൾദൈവമാണെങ്കിലും, എത്ര ഡിവോട്ടീസ് ഉണ്ടെങ്കിലും, എത്ര അനുയായികളുണ്ടെങ്കിലും, എത്ര മന്ത്രശ്ലോകങ്ങൾ അവർ ചൊല്ലുന്നുണ്ടെങ്കിലും ഇന്ത്യൻ നിയമപ്രകാരം അവരെന്താണ്? ഒരു പൗരനാണ്. എല്ലാ പൗരന്മാർക്കും പോലുള്ള ഒരു അവകാശം മാത്രമുള്ള പൗരനാണ്. ആൾദൈവമൊക്കെ അവിടെ. പക്ഷേ ഒരു വോട്ടുള്ള, ഒരു പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന, ഒരു വോട്ടർ ID ഹോൾഡ് ചെയ്യുന്ന, ഒരു ആധാർ ഹോൾഡ് ചെയ്യുന്ന, ഒരു റേഷൻ കാർഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു പൗരനാണ്. CPM-കാർക്ക് അവരുടെ ആൾദൈവങ്ങളുണ്ട്. അപ്പം അവർ കൊണ്ടു നടന്ന കേരളത്തിൽ ഏറ്റവും കാൽപ്പനികവൽക്കരിക്കപ്പെട്ട 2 ആൾദൈവങ്ങളായിരുന്നു M സ്വരാജും ശൈലജയും. ശൈലജ വടകരെ തൂക്കുമ്പോൾ വിഭ്രാന്തിയിൽ പെടുന്നു. എന്തോ ഒരു തരം സവിശേഷമായ ഉന്മാദാവസ്ഥയിലെത്തിയിട്ട് എന്തൊക്കെയോ കൂകി വിളിക്കുകയും പറയുകയും ആർത്തട്ടസിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് നിലമ്പൂർ തോൽവിക്ക് ശേഷം സംഭവിച്ചത്. ഇപ്പോൾ ഒടുവിൽ ഈ പറയുന്ന കേരളത്തിൽ ഏറ്റവും പ്രമാദമായ ഒരു ലൈംഗിക പീഡന കേസിലെ പ്രതിക്ക് കടുത്ത ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവം വരുമ്പോൾ അതിൽ ഈ മന്ത്രിയെ വിമർശിക്കുന്നു. മന്ത്രിയെ വിമർശിച്ചിട്ടുണ്ട്, അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുത്തില്ല എന്ന് കോടതി പറഞ്ഞാൽ അതെന്താ തലോടലാണോ? അതും എന്താണ് ഈ ഇരട്ട ചങ്ക് പോലുള്ള എന്തോ ഒരു ബഹുമതിയാണോ അത്? ഈ കേസ് പരിഗണിച്ച് കോടതി പറയുകയാണ്, 4 വർഷം മുമ്പ് പരാതി ഈ മന്ത്രിക്ക് കൊടുത്തിരുന്നു, ഈ കുഞ്ഞിൻ്റെ അമ്മ. അതിൽ അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുത്തില്ല, ഇനിയെങ്കിലും എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് എഴുതി വെച്ചാൽ അതും ഒരു വലിയൊരു താമ്രപത്രമായിട്ടാണ് ഇവർ കാണുന്നത്. അത് റിപ്പോർട്ട് ചെയ്ത മീഡിയ വണ്ണിനെതിരെ, മാധ്യമ സ്ഥാപനത്തിന്, അതിലെ ആങ്കർമാർക്കെതിരെ, അതിലെ പാനലിസ്റ്റുകൾക്കെതിരെ ഈ വെറുപ്പിൻ്റെ സുനാമി സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. നിരന്തരം ഒരു പ്രമുഖനായ പണ്ഡിതൻ എഴുതിയിരിക്കുന്നത്, നമ്മളിത് റിപ്പോർട്ട് ചെയ്തത് വർഗീയത പടർത്താൻ വേണ്ടിയാണ്. ശൈലജ ടീച്ചറെ കോടതി വിമർശിച്ചു എന്ന് പറഞ്ഞാൽ അതിലെന്താ വർഗീയതയുള്ളത്? ഈ ശൈലജ എന്ന് പറഞ്ഞാൽ ഒരു മതനേതാവാണോ? ഏതെങ്കിലും മതത്തിൻ്റെ ബിംബമാണോ? ശൈലജ ടീച്ചർ ആക്ട് ചെയ്തില്ല എന്ന് കോടതി പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്താൽ അതെന്തോ വർഗീയത? അത് വർഗീയതയാണെങ്കിൽ ഇതേതോ ഈ ശൈലജ എന്ന് പറയുന്ന ആൾ ഒരു മതനേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗീയ പ്രസ്ഥാനത്തിൻ്റെ ആളായിരിക്കണം. ഈ നിലക്ക് അങ്ങേയറ്റത്തെ വെറുപ്പ് അത് ഉൽപ്പാദിപ്പിക്കുന്ന മീഡിയ വണ്ണിനെതിരെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയെ അതിനെതിരെ എത്രത്തോളം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ അതിന് പറ്റുന്ന ഉരുപ്പടികൾ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഞുങ്ങ് സൈബർ കടന്നലുകൾ മാത്രമല്ല, അതിൽ ഉയർന്ന പുരോഹിത കൂട്ടങ്ങളുണ്ട്, ഉയർന്ന പണ്ഡിത പ്രമുഖരുണ്ട്. ശൈലജയ്ക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നു എന്നാണ് വളരെ ഉയർന്ന സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു CPM ഹാൻഡിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ കുഞ്ഞിനെതിരെ നടന്നിട്ടുള്ള ഈ അതിക്രമം, ഈ കൗൺസിലർമാർ നടത്തിയുള്ള അതിക്രമം, അതിൽ ഗവൺമെൻറ്റിന് മന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് 4 വർഷമായി അതിൽ നടപടിയെടുക്കാതെ ഇവർ വെച്ചുകൊണ്ടിരുന്നതിന് അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാതെ ദാണ്ട് ശൈലജയ്ക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നു, ഇറങ്ങി വരൂ എന്ന് ആഹ്വാനം കൊടുക്കുകയാണ്.
എന്താണ് നഗരത്തിലെ ഏറ്റവും മുന്തിയ ഇനം വനിതാ വിമോചകരെന്നാണ് ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. അവർക്ക് ഈ 10 വയസ്സായ പെൺകുഞ്ഞിൻ്റെ അവകാശങ്ങൾക്ക് ഒരു വിലയില്ലേ? അവരുടെ അമ്മ കൊടുത്ത പരാതിക്കൊരു വിലയില്ലേ? ആ പരാതി പരിഗണിക്കാതിരുന്ന മന്ത്രിയെക്കുറിച്ച് കോടതി വിധി പറഞ്ഞെക്കുറിച്ച് ഒരു അക്ഷരമില്ലേ? അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹെയ്റ്റ് ക്യാമ്പയിൻ, ശൈലജയ്ക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ, വരൂ രംഗത്തിറങ്ങൂ, ഇതാണ് ആഹ്വാനം നടന്നുകൊണ്ടിരിക്കുന്നത്.